ഏറ്റവും കൂടുതൽ ഡൈവോഴ്സുകൾ ഉണ്ടാകുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ ഡൈവോഴ്സുകളുടെ കാര്യത്തിലും കേരളം ഒന്നാം സ്ഥാനത്താണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ഡൈവോഴ്സുകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര വിവാഹമോചനങ്ങൾ ഉണ്ടാകുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കണം. പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ, ഞാനാണ് ശരി, അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്ന്, അല്ലെങ്കിൽ ഞാൻ വലിയവളാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളാണ് പലപ്പോഴും പല ബന്ധങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്നത്. കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസമുള്ള കുട്ടികളുടെ ഒരു ലോകമാണ്. എല്ലാവരും വിദ്യാസമ്പന്നർ, എല്ലാവരും PGയും ഹൈടെക് എഞ്ചിനീയറിങ്ങും ഡോക്ടറും എല്ലാം ആയിട്ടുള്ള ആളുകൾ. ഇവരൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത്, തനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടുന്നില്ലേ, തനിക്ക് മറ്റൊരാളെ അനുസരിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരും പരസ്പരം ഒന്ന് കേൾക്കാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ തന്നേക്കാൾ താൻ മറ്റാളേക്കാൾ മുകളിലാണെന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും പലരിലും കാണുന്നത്. ഈ ഒരു മനോഭാവം മാറ്റാൻ ഒരു പടി താഴെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മോശമാവില്ല. കാരണം നമ്മൾ രണ്ട് കൈയും കൂട്ടിമുട്ടിയാൽ മാത്രമേ ഒരു ശബ്ദമുണ്ടാകൂ. ഒരാൾ ഒത്തിരി ക്ഷമിക്കാൻ തയ്യാറായാൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. ഈ അടുത്ത കാലത്ത് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം പറയാം. ഏതോ ഒരു വനിതാ കോളേജിൽ നടത്തിയ ഒരു വനിതാ കോളേജിലല്ല, വനിതാ കോളേജിൽ നടത്തിയ ഒരു സർവേയിൽ കുറേ പെൺകുട്ടികളെ ഇൻ്റർവ്യൂ നടത്തിയ ഒരു മാധ്യമം ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. അവിടെ ആ പെൺകുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ഞങ്ങൾക്കൊക്കെ പഠിച്ച് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ശമ്പളം കിട്ടും. അപ്പം നല്ല ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ധാരാളം ബോയ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ജീവിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത. ഇത് പലപ്പോഴും പല കുട്ടികൾ ഇന്ന് തന്നെ ലിവിങ് ടുഗദറുകളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. ലിവിങ് ടുഗദറുകൾ കൂടുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് ആർക്കും പരസ്പരം ബന്ധമില്ല. കുറച്ച് നാൾ സ്നേഹിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജീവിതത്തിലേക്ക് അടുത്ത പങ്കാളിയെ തേടിപ്പോകാം. അതായത് പരസ്പരം നമ്മുടെയൊക്കെ തലമുറ, അല്ലെങ്കിൽ നമുക്കൊക്കെ മുന്നിലുള്ള തലമുറ സ്നേഹിച്ചും സഹിച്ചുമൊക്കെ ജീവിച്ച ഒരു മനസ്ഥിതിയല്ല ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കുള്ളത്. അവർക്ക് അവരുടേതായ കാഴ്ചകളും അവരുടേതായ കാഴ്ചപ്പാടുകളുമാണ്. വാടാ പോടാ, അല്ലെങ്കിൽ ഹായ് ബൈ എന്ന രീതിയിൽ ഒരു ബന്ധമാണ് പലപ്പോഴും ഇനിയുള്ള തലമുറയിൽ കാണാൻ കഴിയുക. വളരെ കുറച്ച് പേർ മാത്രം നല്ല ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്നാൽ വളരെയധികം ആളുകൾ ഇനി വരാനിരിക്കുന്ന തലമുറയിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ, താൻ ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ല, തനിക്ക് തൻ്റേതായ രീതിയിൽ ജീവിക്കാം എന്നുള്ള ഒരു മനോഭാവമാണുള്ളത്. ഒരിക്കലും ഒന്ന് പറഞ്ഞാൽ മറ്റൊന്ന് പറയുക, അല്ലെങ്കിൽ ഒരു കൈ അടിച്ചാൽ മറ്റേ കൈ കൊണ്ട് തിരിച്ചടിക്കുക എന്നൊക്കെയുള്ള ആയിട്ടാണ് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരിത്തിരി പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പലപ്പോഴും പലർക്കും തയ്യാറാകുന്നില്ല. മാതാപിതാക്കൾ കുട്ടികളെ മനസ്സിലാക്കി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ പാഠം പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഉള്ള കഴിവുകളാണ്. അങ്ങനെയുള്ള ഒരു തലമുറ ഇനി ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. എന്തായാലും മാതാപിതാക്കളിലൂടെ, നമ്മുടെ തലമുറയിലൂടെ നമുക്ക് നല്ലൊരു സന്ദേശം പലർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.